കൊച്ചമ്മോട് ഞാൻ അന്നേ പറഞ്ഞതാ കുറെ മണ്ണടിച്ച് ഇതൊന്ന് ലെവല് ചെയ്യണമെന്ന്. അയ്യോ ദേ നിൽക്കുന്നൊരു ലെവല്. പങ്കിക്കുഞ്ഞ് ഒരു പണി ഒപ്പിക്കാം. ആരട ചൂലേ? ഞാൻ ബ്രോക്കർ മത്തായിയ. രാവിലെ പുറകെ വന്ന് പേടിപ്പിക്കുന്ന തനിക്ക് മിണ്ടിയും പറഞ്ഞു വന്നോടായിരുന്നോ? ഓ എന്റെ അണ്ടകടകം നടുങ്ങിപ്പോയി. എന്താണെന്ന് പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് പരിഹരിക്കും. പങ്കിപ്പെണ്ണോ, നിനക്ക് ഞാനൊരു ചെറുക്കനെ കണ്ടിട്ടാ വരുന്നത്. നിനക്ക് താല്പര്യം നമുക്ക് ഇടപെടാം. നീ എന്തിനാണ് കരയുന്നത്? ആരുമില്ലേലും നിനക്ക് ഞാനുണ്ടടി. തനിക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ സന്യാസം സ്വീകരിക്കാൻ തീരുമാനിച്ചു. എന്നതാണ് ഇവിടെ ഒരു ബഹളം? അല്ല ഇതാണോ? ഞാനമ്മത്തായി. ഞാൻ നമ്മുടെ ചാക്കപ്പൻ ചെറുക്കനൊരു കല്യാണമായിട്ട് വന്നതാണ്. ഓഹോ. എടാ താൻ കഴിഞ്ഞ പ്രാവശ്യം എന്റെ കൊച്ചിനെയും കൊണ്ടുപോയി തല്ലു ഒളിച്ചു വന്ന് ഓർമ്മയുണ്ടോ? അയ്യോ കൊച്ചമ്മേ, നേരത്തെ പോലല്ല. അവര് ഭയങ്കര തറ വാടികളാ. പിന്നെ പെണ്ണിന്റെ പേരില് ഒരു ബേസം അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ ഓടുക, അറിയാവോ? ഓഹോ, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഈ നാണം കെട്ടവന്റെ കാര്യം ഓർക്കുമ്പോഴാ ഇത്തവണ പെണ്ണുമായിട്ട് സംസാരിക്കുമ്പോ അവനെ കൊണ്ട് സംസാരിപ്പിക്കില്ല. അങ്ങനെയാണ് ഈ കാര്യം മത്തായി ഏറ്റു. പെണ്ണുങ്ങൾ അടുത്ത് വന്ന് അവന്റെ കൈ കുരുകുരുക്കും. അല്ല, അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവന്റെ തന്ത അതിനപ്പുറം. ആ കാര്യം ഏറ്റു കൊച്ചമ്മ. നീ ഏറ്റോ? അവന്റെ കൈ പിടിച്ച് പുറകോട്ട് കെട്ടിയാലും ഞാൻ ഇത്തവണ പെണ്ണിനെ കാണിച്ചിരിക്കും. കൊച്ചമ്മോ, പഴിച്ചെലവിനായിട്ട് എന്തെങ്കിലും അത് കുഴപ്പമില്ല. അതും പോയി. ഇപ്പൊ പോയിക്കോ, നാളെ രാവിലെ വരുമ്പോ തരാം. ഇപ്പൊ തന്നാലേ ശരിയാകത്തില്ല. നിന്നെ എനിക്ക് വിശ്വാസമില്ല. അത് ശരി, അത് ശരി. പോക്കോ പോക്കോ പോക്കോ. ഈ കാട്ടിലാണോ വീട്? ഇതെവിടെ അങ്ങോട്ട് നിർത്തും. പൊന്നെ ഇതാടാ വീട്. സൂപ്പർ. കൊള്ളാമല്ലോ മത്തായി, ബ്യൂട്ടിഫുൾ. അല്ലേ പിന്നെ നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുമോ? മത്തായി പിടി. പിടിച്ച് മത്തായി, ഇന്നത്തെ ദിവസം എന്നെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? നീ 916 അല്ലേടാ? എനിക്ക് എന്തോ മത്തായി വല്ലതും പറഞ്ഞു? നീ സുന്ദരനാണെന്ന് ഞാൻ അങ്ങോട്ട് പറയായിരുന്നു. കല്യാണം നടക്കും. ഇന്ന് നിനക്ക് പെണ്ണിനെ അങ്ങ് ഇഷ്ടപ്പെടും, ഉറപ്പാ. എന്റെ മത്തായി, ഇത്രയും സൗന്ദര്യം ആർക്കും കൊടുക്കരുത്. തോന്നി മത്തായി, ഇന്ന് ഞാൻ ഇച്ചിരി ഒരുപാട് സുന്ദരനാണെന്ന്. പിന്നല്ലേ മത്തായി, പെണ്ണ് എങ്ങനെ ഉണ്ട്? അത് പിന്നെ ചോദിക്കാനുണ്ടോ? പെണ്ണറിയണത്തെ പോലെ ഇരിക്കും. ഓ എന്റെ കുരിശുമൂട് മുത്തപ്പ, എന്റെ ഭാഗ്യം. അതെ അതെ അതെ. പിന്നൊരു കാര്യം, പെണ്ണുമായിട്ട് നിന്നെ കൊണ്ട് സംസാരിപ്പിക്കത്തുമില്ല, ഞാൻ അങ്ങോട്ട് വരത്തുമില്ല. ഓ ശരി ശരി മത്തായി, സമ്മതി. പക്ഷേ പെണ്ണുമായിട്ട് സംസാരിക്കുന്നില്ല. പക്ഷെ പെണ്ണിനെ എനിക്ക് കെട്ടിച്ചു തരണം. എടാ നീ ധൈര്യമായിട്ടിരിക്കടാ. അതിനല്ലേ മത്തായി ചാൻ ഇവിടെ വന്നത്. ക്ലാസ് മിസ് ചെയ്യും. പട്ടിയുണ്ടോ? പട്ടിയുണ്ടോ? ഞങ്ങൾ എത്തിപ്പോയി. മത്തായി, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. അകത്തുണ്ടായിരിക്കൂടാ. വീട്ടുകാര് ചേടത്തിയേ. തുറന്ന് തുറന്ന് കേട്ടോ. ആരാ? ഞാന് എന്നെ അങ്ങോട്ട് പരിചയപ്പെടുത്താം. ഓ ബ്രോക്കർ അതെ അതെ. മത്തായി, ഇന്ന് പെണ്ണ് കാണാൻ ഈ മുത്തിനെ കൊണ്ട് വരുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഞാനത് മറന്നുപോയി. വാ കേറിയിരിക്ക്. മത്തായി, മോളും ഇതുപോലെ തന്നെയാണോ? മോള് ഇതുപോലെ ഡീസന്റ് ആണ്. നടക്കണേ ചേട്ടത്തി, സന്തോഷം. എന്റെ മത്തായിച്ചാ പൊന്നെ, വരുമെന്ന് പറഞ്ഞ കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി. മോടച്ഛൻ മരിച്ചേൽ പിന്നെ എല്ലാം എന്റെ തലയിലാ. അയ്യ, അതൊന്നും കുഴപ്പമില്ലെന്ന്. ഞങ്ങളേതായാലും വന്നല്ലോ. ഇതാണോ ചെറുക്കൻ?
അതെ, ഞാൻ തന്നെയാ ചെറുക്കൻ. എൻ്റെ പേര് ചാക്കോ. നാട്ടുകാരെന്നെ സ്നേഹം കൊണ്ട് ചാക്കപ്പാന്ന് വിളിക്കും. ഓ അത് ശരി. ഒത്തിരി വിദ്യാഭ്യാസമൊക്കെ എനിക്കുണ്ട്, ഒത്തിരി സ്വത്തുക്കളും എനിക്കുണ്ട്. ഓ വേറെ ആരൊക്കെയാ? എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അമ്മയും പിന്നെ പങ്കിയും. അതാരാ പങ്കി? അതെന്റെ കുഞ്ഞിന്റെ വീട്ടില് വേലക്കാരിയാ. ഓ അങ്ങനെ. Yes, yes. യാ, യാ. ഞാൻ മോളെ വിളിക്കാം. ശരി ഓ, ശരി. ആയിക്കോട്ടെ. എടാ അവര് നിന്നോട് വല്ലതും ചോദിച്ചായിരുന്നോ? പിന്നെ നീ എന്നാത്തിനാടാ കിടന്ന് കൂവുന്ന്? എടോ മത്തായി, ആ. എല്ലാ സ്ഥലത്ത് ചെല്ലുമ്പോഴും എല്ലാവരും ചോദിക്കുന്നതിന്റെ ഉത്തരവാ ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞത്. നീ ഒരു അക്ഷരം ഇടി പോരുത്. അവര് ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം മറുപടി പറഞ്ഞാ മതിയടാ. ആ, ആ. ദേ അവര് വരുന്നു. കുടിക്ക്. മോനെ കുടിക്കടാ കള്ളൻ. എടുത്ത് കഴിക്ക് മോനെ. എടാ ആക്രാന്ത കാണിക്കാതെ മോനെ. ആ കൊല്ലാം കൊല്ലാം കൊല്ലാം. ഒന്ന് പോ മത്തായി. ഒന്ന് പോടാ. അതെ പെണ്ണു എവിടം വരെ പഠിക്കൂ? BSc നേഴ്സാ. അവള് നന്നായി പഠിക്കും. എടാ ചാക്കപ്പ മുത്ത്, നിന്റെ ഭാഗ്യം. ഇതെല്ലാം നിന്റെ ഒരു യോഗമാടാ. ആണോ? ചേച്ചിയെ, ഇത് ഞാൻ കൊണ്ടുവന്ന ആലോചന ആയതുകൊണ്ട് പറയല്ല. അതെ, ഇവനെപ്പോലൊരു സൽസ്വഭാവിയായ ചെറുക്കൻ വേറെ ഇല്ല. ഞങ്ങളുടെ നാട്ടില് വടക്കേക്കളത്തിൽ അനിലമ്മയുടെ മകനെന്ന് ചോദിച്ചാൽ എല്ലാരും നല്ല അഭിപ്രായം പറയും. അത്രയ്ക്ക് നല്ല സ്വഭാവല്ലേ? മത്തായി ഉണ്ടോ? എല്ലാം എന്റെ മോളുടെ ഭാഗ്യമാന്നേ. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. ആ വിളിക്ക് വിളിക്ക്. മത്തായി, ഓ താൻ എന്തെല്ലാം നുണയാണോ വെച്ച് കാച്ചിയത്? ഓടകള്ള. ഒന്ന് പോ. എടാ നിന്റെ കല്യാണം നടക്കാൻ വേണ്ടി ഞാൻ നുണയല്ല, വേണ്ടി വന്നാ മോട്ടിക്കുകയും ചെയ്യും. മത്തായി, ആ തനിക്ക് എന്നോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങോട്ട് പോകുമ്പോഴേ 40 ഷാപ്പിൽ കയറി കപ്പയും ഇറച്ചിയും നല്ല കള്ളും മേടിച്ചു. എന്താ പോരെ? ഇഷ്ടമായി ഇഷ്ടമായി ഇഷ്ടമായി. നീ അങ്ങോട്ടൊന്ന് എഴുന്നേറ്റ് നിൽക്കും, അവരെല്ലാം നിന്നെ ഒന്ന് കാണട്ടെ. മതിയോ മത്തായി? നീ എന്ത് പറയാ കാണിക്കുന്നത്? വിടടാ എന്റെ കൊച്ചിനെ, വിടടാ. വീട്ടിൽ കയറി വന്നിട്ട് തോന്നിയാസം കാണിക്കുന്നോടാ. വിടടാ എന്റെ കൊച്ചിനെ. നീയൊക്കെ എവിടുന്ന് വലിഞ്ഞു കയറി വന്നടാ പോങ്ങ.